ചെറിയച്ചാ, എനിക്കൊരു കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. നീ പറയടാ. ആർക്കൊക്കെ എന്തൊക്കെയാന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാക്കണ്ടേ? അല്ല, നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ്. മോതിരത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോതിരം എനിക്കുള്ളതാണെന്ന് എല്ലാവരും അംഗീകരിച്ചല്ലേ? ആരംഗീകരിച്ചു? താനും തന്റെ ഭാര്യയും കൂടെ ഒക്കെ പറഞ്ഞാൽ മതിയോ? എന്നോട് ഇമാര് വർത്തമാനം പറയാൻ നിൽക്കലെന്നാവില്ല. അതിന് മാത്രം നീ വളർന്നിട്ടില്ല. സഹദേവ, തർക്കം നിർത്ത്. നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാം. ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. നിനക്ക് തരാനുള്ളതെല്ലാം അച്ഛൻ തന്നു കഴിഞ്ഞു. ആന ചവിട്ടിച്ചത്ത ധർമ്മേട്ടന് അച്ഛൻ വീടിന്റെ പിന്നിലുള്ള തെങ്ങും പറമ്പ് കൊടുത്തു. ചാവാതെ പുറത്തിരുന്ന് തിന്നുന്നതിന് അച്ഛൻ ആനയെ കൊടുത്തു. നിനക്ക് പൈസ തന്നു. അർജുനന് വീട് കൊടുത്തു. ഞങ്ങൾക്ക് എന്ത് തന്നു? ആർക്കും വേണ്ടാത്ത ഒരു ചെളിപ്പറമ്പ്. അവിടെ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുക. ഞങ്ങൾ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഈ വീട്ടിലെ മൂത്ത അങ്ങാട്ടും എല്ലാം സഹിച്ച് കഴിയുക. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്, അറിയോ? ആണെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ഉണ്ടോ? ഞാൻ തല ഒതുക്കി. രാഷ്ട്രീയം കളിച്ച് നടക്കാതെ പറമ്പിൽ പോയി 4 കിള കളിച്ചിരുന്നെങ്കിലേ അവിടെ പൊന്നെ വളഞ്ഞേനെ, അറിയോ? ഓനെ തന്ന കണക്കൊന്നും പറയണ്ട. ആന പോലും ആഫ്രിക്കൻ ആനയായോണ്ട് ആരും അമ്പലത്തിൽ കയറ്റൂല. പിന്നെ കൂപ്പിലെ പണിക്ക് കൊണ്ടോന്ന് വെച്ചാ അതിന് ഇംഗ്ലീഷല്ലേ അറിയൂ. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. നീ എന്നെ പഠിപ്പിക്കണ്ട. അച്ഛന്റെ മുതലാണ് കാര്യമെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. അച്ഛന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് മൂത്താൻകുടിയിലെ ആരുടെയും അഭിപ്രായം ആവശ്യമില്ല. എന്താ ഏട്ടാ ഇത്? അങ്ങനെയൊക്കെ ആയ അയാൾ പറഞ്ഞു കേട്ടില്ലേ? അവൻ പറഞ്ഞ വാക്ക് കേട്ടാ ചെറിയച്ച. അമ്മ രണ്ടാണെങ്കിലും നിന്റെ എന്നെ അച്ഛനൊന്നുമില്ല. സ്വന്തം പറമ്പ് വിറ്റ് ആ പൈസ കൊണ്ട് വെള്ളം അടിച്ച് അതേ പറമ്പിലെ തേങ്ങ മോഷ്ടിച്ച് ആ പൈസ കൊണ്ട് വെള്ളം അടിച്ച് കിടക്കണ തന്റെ തലയടിച്ച് പൊട്ടിക്കാണ് വേണം. സോറി, പറഞ്ഞു പോയി. എൻ്റെ വിഷമം ഇങ്ങനെ വന്നപ്പോ. അത് ശരി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? ഈ സകല കുത്തിത്തിരിപ്പിന്റെ ആണിക്കല്ലിവനാ. നിന്നെ ഞാനുണ്ടല്ലോ. എടാ ഭീമ, നീ ഒന്ന് സമാധാനപ്പെടുക. എടാ, നിന്റെയൊക്കെ എത്ര തീട്ടവും മൂത്രവും കോരിയവനാ ഞാൻ. കോരി കോരി കോരി. താൻ ബക്കറ്റിൽ കുറച്ച് തൂറിക്കൊണ്ടുവാ, ഞാൻ കോരി കളഞ്ഞോളാം. വൃത്തിയുടെ പറയുന്നതിനൊരു അതിരില്ലേ? തീട്ടത്തിന്റെ മൂത്രത്തിന്റെ കണക്ക് പറയല്ലേ മക്കളെ. അതെ, വീണ്ടും എല്ലാത്തിനും കാണിച്ചു തരാടാ. ഭീമ, എടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ, എന്താ പരിഹാരം? ഒരു പരിഹാരവും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഊണ് കഴിക്കുമ്പോഴാ വിസർജ്യത്തിന്റെ കണക്കുകൾ പറയും. പക്ഷേ അതേട്ടാ, നിങ്ങൾ ഈ വഴിക്കൊന്ന് തല കാണിച്ചിട്ട് പോക്കോ. വൈകിക്കണ്ട കേട്ടോ. കേട്ടോ? ഞാൻ 2 ദിവസത്തിനുള്ളിൽ എത്തിക്കോളാം മൂന്ത, വൈകില്ല. ആ, ഇവിടെ കൈയിട്ട് അങ്ങോട്ട് അടി. വിടുകയല്ല, നീ അടിക്ക്. ആ, കാലിട്ടടി, കാല് പൊക്കിയടി. ആ, ഇവിടത്തെ തന്നെ, ഇവിടത്തെ. മോനെ, നീന്തൽ പിടിക്കാണോ? നോക്കി കേറ. മോനെ അറിയോ, അച്ഛൻ പണ്ട് മുങ്ങിത്താടാൻ പോയപ്പോ വല്യച്ഛനാ രക്ഷിച്ചത്. അടങ്ങി. ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വീട്ടിൽ പോന്നി. ഇവൻ മിടുക്കനാ, കണ്ടാൽ അറിയാം നാളത്തെ മന്ത്രിയാ. എന്ത് രസമായിരുന്നു അന്നത്തെ ഓർമ്മകൾ അല്ലേ? എന്ത്, ഞാൻ മുങ്ങിച്ചാൻ പോയതോ? നകുല, നമ്മളിങ്ങനെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞാലേ മോതിരം 4 വഴിക്ക് പോവും. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരമ്മ മക്കളല്ലേടാ. എൻ്റെ അനിയന്മാരില് എനിക്ക് ഏറ്റവും ഇഷ്ടം, മനസ്സിലായില്ലേ? എടാ, പലതായിട്ട് പോകുന്നതിനേക്കാളും നല്ലതല്ലേ പാതി നിനക്ക് കിട്ടുന്നത്. ഇവന്റെ കാര്യം എന്തായാലും മോതിരം നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ തന്നെ കിടക്കണം. നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഉള്ളത് പറയാമല്ലോ, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. അതെന്താടാ അങ്ങനെ? നിന്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്, അഡ്വാൻസ്. അഡ്വാൻസോ? മോതിരം ഞാനൊരു തമിഴന് വിറ്റു. വിക്കിയേ? അതെങ്ങനെ? അതച്ഛൻ്റെ കൈ കിടക്കില്ലേ?
അയാൾ ഈ ആന്റിക്ക് ആഭരണങ്ങളും ഡയമണ്ടും ഒക്കെ വിൽക്കുന്ന ആളാ. മോതിരത്തിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ അയാൾ ഓക്കെ പറഞ്ഞു, അഡ്വാൻസും തന്നു. മുമ്പ് ഇതേ ടൈപ്പിലുള്ള മോതിരം അയാൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്തുവരെ പറഞ്ഞു? മോതിരം കൈ കൊടുക്കുമ്പോൾ 30 ലക്ഷം രൂപ വരും. അഡ്വാൻസ് എത്ര തന്നു? 5 ലക്ഷം രൂപ. ഫോട്ടോ കണ്ടിട്ട് 30 ലക്ഷം തരാമെന്ന് പറഞ്ഞെങ്കിലേ മോതിരത്തിന് ആ വില പോരല്ലോ. എന്റെ കാര്യം നീ തലോർത്ത് ഇതിന് ഇത്രയൊക്കെ കിട്ടൂ. അയ്യോ അയ്യോ. பேசி முடிச்சதானே அட்வான்ஸ் வாங்கிட்டு இப்ப மாத்தி பேசுற எப்படி? അണ്ണാച്ചി സമ്മതിച്ചു. നമ്മൾ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് വാങ്ങിച്ചതാണ്. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോ ഇവിടെ അതിൽ കൂടുതൽ പൈസ തരാൻ ആളുണ്ട്. അണ്ണാച്ചി 30 ലക്ഷം ചോദിച്ചാൽ അടക്കില്ല. 50 ലക്ഷം രൂപയാണ് ഇവിടെ ആൾക്കാർ പറയുന്നത്. 40 ലക്ഷമാണ് ഞങ്ങൾ സമ്മതിക്കും അല്ലേ? 40 ലക്ഷം ആണെങ്കിൽ ഓക്കെ. ഓക്കെ ആണോ? இது உனக்கே சரியா பண்ணல சகதேவா. இப்ப பால் கோர்ட்ல தானே இருக்கு. 40 லட்சம் தானே? ஓகே. ஆடா நீ 2 நாள்ல என் மோதிரம் என் கைக்கு வந்தாகணும். അണ്ണാച്ചി ഞാൻ അപ്പുറം സംസാരിക്കാം പിന്നീട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 10 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയില്ലേ? എടാ ദുഷ്ട, ഞാൻ 50 ലക്ഷത്തിന് അയാളുടെ അടുത്ത് പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണ്. എന്റെ അടുത്ത് 30 എന്നല്ലേ പറഞ്ഞു? അത് ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. ആ പോട്ടെ, 40 40. 2 ദിവസത്തിനകത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റും? ഇത് കൊട്ടാരക്കര ഉണ്ണിയപ്പോ അല്ലല്ലോ. എവിടെ ഉള്ളതാണെങ്കിൽ എന്ത്, ആവശ്യത്തിന് നെയ്യുണ്ടല്ലോ, കഴിച്ചു നോക്ക് ചെറിയച്ച. ഭീമേട്ടൻ അന്നേരം പോയതാ, പിന്നെ കണ്ടിട്ടില്ല. എവിടെ പോവാൻ? വല്ലയിടത്തും അടിച്ച് കിടപ്പുണ്ടാവും. ചേട്ടൻ എന്തായാലും വലിയേട്ടൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എന്ത് വലിയേട്ടൻ? നീ വെറുതെ സെന്റിമെന്റ്സ് ഇറക്കല്ലേ അർജുന. കൊടുത്തതെല്ലാം വിറ്റ് തൊലച്ചിട്ട് ഇനി ഇതിന്റെ ഷെയർ കൂടെ കൊടുക്കണോ? ചെറിയ ഓ എന്തായാലും മോതിരം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ എന്ത്? നിനക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണ്ട്. പിന്നെ എന്നെ മധ്യസ്ഥക്ക് വിളിക്കരുത്. നിനക്ക് മോതിരം വേണ്ടല്ലോ അല്ലേ? ഇല്ലെന്ന് പറയടാ. എനിക്ക് ഓക്കെയാണ്, ചേട്ടന്മാരെടുത്തോട്ടെ. അവന്റെ നല്ല മനസ്സാ. ഭീമനോട് എന്താണെന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞോണം. ആ അത് സംസാരിക്കുമല്ലോ അല്ലേ? ഞാനാ? ആ ആ പിന്നൊരു കാര്യം, ചേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോതിരമാർക്കും കൈമാറ്റം ചെയ്യരുതെന്നാണ് റിച്ചാർഡ് സാഹിബിന്റെ കൽപ്പന. ഇത്രയും കാലം പിന്തുടർന്നതും ആ പാരമ്പര്യം തന്നെയാണ്. വേവോളം കാത്തില്ലേ, ആവോളം കൂടി കാക്ക്. ഇങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ചെറിയച്ഛൻ അറിയാലോ, കഴിഞ്ഞ തിരുവോണത്തിന് അച്ഛൻ ദിവംഗതനായി എന്ന് പറഞ്ഞ് കാർഡ് വരെ അടിക്കാൻ കൊടുത്തതാ. പിറ്റേ ദിവസം പ്രസ്സിലെ പയ്യൻ കാർഡ് കൊണ്ടുകൊടുത്ത് അച്ഛന്റെ കയ്യിൽ. എങ്ങനെയുണ്ട്? മനുഷ്യൻ ജീവിച്ചിരിക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ചെറിയ അച്ഛൻ ചാവാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തു കെട്ടിയിരിക്കുന്നേ? ശമ്പളം ഇല്ലാത്ത ലീവായി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവദോഷം പറയലടാ മക്കളെ. ദൈവദോഷം ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചെറിയച്ഛ, അച്ഛന്റെ സമയം ഒന്ന് നോക്കണം. എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാമല്ലോ. തുലാ, വൃശ്ചികം, ധൻ, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം. കർക്കിടക രാശി. ഇന്ന് തിങ്കളാഴ്ചയല്ലേ?